നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രണ്ട് ടൈപ്പ് സാരികൾ കാണിക്കാവേ. ഒന്നതേ ഇത് ഫങ്ഷൻ വെയർ ഡിസൈനർ വെയർ സാരിയാണ്. പക്ഷേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റാണ്. റേറ്റ് കേട്ട് ഞാൻ ഞെട്ടി, നിങ്ങൾ ഞെട്ടും, ഉറപ്പായിട്ടും ഞെട്ടും. കാരണം അത്ര റേറ്റ് കുറഞ്ഞ് ഈ വിലയ്ക്ക് ഫങ്ഷൻ വെയർ സാരി. ഇതൊരു നെറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണേ. വിത്ത് ബ്ലൗസ് റണ്ണിങ് തന്നെയാണ്. ഇതിൻ്റെ തന്നെ റണ്ണിങ്. ഇത് കണ്ടോ, ഇതാണ് ഫാബ്രിക്ക്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു നെറ്റ് ഫാബ്രിക്ക്. അതിൽ നിറച്ചും ഇങ്ങനെ സീക്വൻസ് വർക്ക് അല്ലെങ്കിൽ ചെറിയ സ്റ്റോണിൻ്റെ ടൈപ്പ് ഓഫ് വർക്ക് ചെയ്തിരിക്കുക. സാധനം ടാസിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ബോഡി ഫുള്ള്, ഇങ്ങനെ തന്നെയാണ്. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. ഞാൻ പറഞ്ഞിട്ട് ഇതെന്ന് വെച്ചാൽ ബോഡി ഫുൾ, എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നുകയാണല്ലോ, ഇങ്ങനെ തോന്നുന്നൊരു ഇതാണ്. പിള്ളേർക്ക് നെറ്റ് കൊണ്ട് നെറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന നെറ്റല്ല, വളരെ ഒട്ടിക്കിടക്കുന്ന നെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റല്ല. ഇതാണ് നെറ്റാണിത്. പക്ഷേ ഇതുണ്ടോ, ഇത്രയും സ്മൂത്തുമാണ്. ഇതാണ് അതിൻ്റെ ഇത്. ഉണ്ടോ, നല്ല സാരിയാണ് ഇത്. പ്ലെയിൻ കളറല്ല. അപ്പോൾ വാങ്ങിച്ചിട്ടേ നമ്മൾ 1-2 പ്രാവശ്യം സാരി കൊടുത്തിട്ടേ പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഫ്രോക്കോ നല്ല ചുരിദാർ സെറ്റോ ഒക്കെ തയ്ക്കാൻ അടിപൊളി ഒരു ഐറ്റമാണിത്. കണ്ടോ, ഇതിപ്പോൾ പീച്ച് കളർ. ഇതിൻ്റെ ബ്ലൗസ് സെപ്പറേറ്റ് ഇല്ല, റണ്ണിങ് തന്നെയാണ്. വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടണമെങ്കിൽ ഇടാം. വൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കളർ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത് തന്നെ വേണമെങ്കിലും ഇടാം. നെറ്റല്ലേ, അപ്പോൾ കയ്യെ വരുമ്പോൾ ആ കയ്യിൽ ലൈനിങ് ഇല്ലാതെയൊക്കെ ചെയ്ത് വെറൈറ്റി ആയിട്ട് എങ്ങനെ വേണമെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ സാരി. റേറ്റ് വളരെ 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 വർത്താണ് നിങ്ങൾക്ക് ഈ വിലയ്ക്ക് ഈ സാരി. ഞാൻ ഇനി ഇതിൻ്റെ ഓരോന്ന് നൂർത്ത് കാണിക്കാനൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് ഫുള്ള് സാരി ഇരിക്കുന്നത്. കണ്ടോ, അതിപ്പോൾ പീച്ച് ഷെയ്ഡായിരുന്നു. ഇനി ഇത് വന്നിട്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. നല്ല കറക്റ്റ് തന്നെയാണ് കളർ കിട്ടുന്നത്. പിസ്ത ഗ്രീൻ, ഒലിവ് ഗ്രീൻ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്. പേസ്റ്റൽ ചാർട്ട്, എല്ലാം പേസ്റ്റൽ ചാർട്ടാണേ. നല്ല ഈ കളർ കാണുമ്പോൾ തോന്നി ഈ കളറൊക്കെയാണ് ഒരു വെറൈറ്റി. ഇത് ഫുള്ള് പ്ലെയിൻ ആയിട്ട് നെറ്റേ വന്ന് കൊടുത്തിട്ട് നല്ല ബോഡി ഷേപ്പൊക്കെ ആയിട്ട് നല്ല. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഏത് മാലയാന്ന് ഓർത്ത് പോകുന്നില്ലോ, വെള്ളയാ. ഒരു പേളുമാലയൊക്കെ ഇട്ട് നല്ല രസമായിരിക്കും. ഒന്ന് ഓർത്ത് നോക്ക് എങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ഓർത്തിട്ട് ഭയങ്കര രോമാഞ്ച കഞ്ചകം വരുന്നു. പിന്നില്ലേ, എല്ലാവരും വരട്ടെ, ഉദ്ഘാടനത്തിന് വരണം കേട്ടോ. എങ്ങനത്തെ കടയുടെ ഇനാഗുറേഷൻ, പുതിയ കടയുടെ ഇനാഗുറേഷൻ ജൂലൈ 12-ാം തീയതി. ഈ വരുന്നതിൻ്റെ പിന്നത്തെ വെള്ളിയാഴ്ച ഞാൻ ഒഫീഷ്യലി പറഞ്ഞു. പിന്നെ ഒരു മണ്ടത്തരം പറ്റി, അതിപ്പോൾ പുതിയ കാര്യമല്ലല്ലോ. എന്നാ സ്ഥലം പറയാൻ മറന്നു. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെയാണെന്ന്. കാഞ്ഞിരപ്പള്ളിയിൽ കുരിശിങ്കൽ എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. കുരിശിങ്ക ജംഗ്ഷനിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. കുരിശിങ്ക ജംഗ്ഷനിൽ തന്നെയാണ്. കടമപ്പുഴ ആർക്കേഡ് എന്ന് പറയും. കാഞ്ഞിരപ്പള്ളി സറൗണ്ടിങ്സിലുള്ളവർക്കെല്ലാം കടമപ്പുഴ എന്നുള്ള പേര് ഭയങ്കര പരിചിതമാണ്. കാരണം നമ്മുടെ കടമപ്പുഴ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതുകൊണ്ട്. കടമപ്പുഴ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ് തന്നെയാണ് ഓൾഡ് കടമപ്പുഴ ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ഇപ്പോൾ വേറെ ഹോസ്പിറ്റലിന് അപ്പുറത്തുണ്ട് അതിൻ്റെ ആദ്യത്തെ ബിൽഡിംഗ്. മെയിൻ റോഡ്സ്, ആ റോഡ് സൈഡ് തന്നെ, തമ്പലക്കാട് റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ കുരിശിങ്കൽ, കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ, അതാണ് എന്നാ പറയുന്നത് ലൊക്കേഷൻ. ഒത്തിരി പേര് ചോദിച്ചു. പിന്നെ ആരൊക്കെയോ എനിക്ക് ഒത്തിരി മെസ്സേജൊക്കെ വന്നു കേട്ടോ, ഒന്ന് ലൈവ് ഇടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആഗ്രഹമൊക്കെ കേട്ടെ, പക്ഷേ ഉണ്ടല്ലോ എൻ്റെ സാങ്കേതികതയൊന്നും എനിക്കറിയത്തില്ല. ഇവിടുത്തെ ടെക്നീഷ്യൻസിനോടൊക്കെ ചോദിച്ചിട്ട് ലൈവ് ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ലൈവ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഉണ്ട്. ഇനാഗുറേഷൻ്റെ ഫംഗ്ഷനും പിന്നെ ഷോപ്പെല്ലാം കാണിച്ചും ഒക്കെ ഭയങ്കര കാണിച്ചു തരാം കേട്ടോ. കാണിച്ച് വെറുപ്പിക്കാതിരുന്നോ മതിയായിരുന്നു. ദേ ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്, ലൈലാക്ക്. നല്ല പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ. ഇതാ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഓണത്തിന് കൊടുക്കാം, പള്ളിയിൽ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാവുന്ന ക്രീം. നല്ലൊരു ക്രീം കേട്ടോ. അതിൽ നിറച്ചും ഈ ഒരു വർക്കും കൂടെ ആകുമ്പോൾ നല്ല ഫങ്ഷൻ വെയറായി, സിമ്പിൾ വെയറായി എല്ലായി. ഇത് ലാവണ്ടറിൻ്റെ മറ്റൊരു ഷെയ്ഡ്.
ഏത് വണ്ണമുള്ളവർക്കും കൊടുക്കാം, നല്ല സോഫ്റ്റാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇങ്ങനെ ബൾജിങ് ചെയ്ത് നിൽക്കുന്നൊന്നും അറിയത്തുമില്ല, നെറ്റാണെന്നും പറഞ്ഞുകൊണ്ടേ നമ്മളത് പ്ലീറ്റ്സ് ഇട്ടോ പ്ലീറ്റ്സ് ഇടാതെയോ ഒക്കെ കൊടുക്കാം. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ജോർജറ്റ് സാരിയാണ് ഇത്. ഫുള്ള് ഇങ്ങനെ തന്നെയാണ്, ബോർഡർ ഇല്ല, മുന്താണിയില്ല. പിന്നെ ബ്ലൗസ് ഉണ്ട്, റണ്ണിങ് ആണെന്ന് തോന്നുന്നു ബ്ലൗസിൻ്റെ തന്നെ. നിങ്ങൾ വേറെ ഒരു ബ്ലൗസ് ഇടുന്നതായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. കണ്ടോ ഇങ്ങനെ ഇരിക്കും, വിത്ത് ബ്ലൗസ് അല്ലേ, വിത്ത് ബ്ലൗസ് സെയിം തന്നെ റണ്ണിങ്. പക്ഷേ ഇങ്ങനെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. നല്ല സിമ്പിളാണ്, നല്ല ബോഡി ഷേപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഏത് വിരത്തി വേണേലും യൂസ് ചെയ്യാം. ഇതേക്കൂടെ ഒരു കുഞ്ഞി ഗോൾഡൻ്റെ ഒരു വീവിങ് പോകുന്നുണ്ട്, ചെറുതായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇതും അതിൻ്റെ ഒരു ഷെയ്ഡ്. കേട്ടില്ല, എല്ലാം തമ്മിൽ തിരിച്ചറിയാൻ വലിയ പാടാണ്. നമ്പർ അയ്യോ ഒത്തിരി പേരുണ്ടല്ലോ ഈ എഡിറ്റ് ചെയ്ത് ഫോട്ടോ അയക്കുന്ന, സ്ക്രീൻഷോട്ട് അയക്കുന്ന. അങ്ങനെ അയക്കരുതേ, നമ്പരും വിലയും കാണിച്ചേ സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ അതിനിട്ട് അത് വേണ്ട സൂം ചെയ്ത് കാണിക്കുക, മാറിപ്പോകത്തില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. കാരണം അതിൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഞങ്ങൾ ഇട്ടേക്കുന്ന ഈ സാരിയിൽ നമ്പറുണ്ട്, ഞങ്ങൾ ആ നമ്പർ ഒത്തു നോക്കിയേ വയ്ക്കുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ നിങ്ങളുടെ പടം വെച്ച് അത് തന്നെയാണോ എന്ന് ഇങ്ങനെ സംശയിച്ചല്ല അയക്കുന്നത്. അതിനാണ് ഈ നമ്പർ ഇടുന്നത്, നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്പർ ഇടുന്നത്. അപ്പം നമ്പരും അയച്ചു കളഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കഴിയുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അടുത്തത് നല്ല ഷെയ്ഡ് കേട്ടോ. ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു വടിക്ക് 2 വശി ചുരിദാർ തയ്ക്കാം, അല്ല ഫ്രോക്ക് തയ്ക്കാം. കടയിലേക്ക് ഒത്തിരി പുതിയ കുർത്തികളും പുതിയ അടിപൊളി കുർത്തികളും എനിക്കാണെങ്കിൽ എല്ലാം എടുത്തിടാൻ തോന്നുന്നു. അതായത് കുർത്തിപ്രാന്തിയാണല്ലോ. ഇഷ്ടം പോലെ പാർട്ടി വെയർ കുർത്തികളും ചുരിദാർ സെറ്റും. എന്നിട്ടും എനിക്ക് അങ്ങോട്ട് സംതൃപ്തിയാകുന്നില്ല. ഏതാണ്ടെല്ലാം കൂടെ ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ അമ്മോ ഇതൊക്കെ കൂടി ഇനി എന്ന് ഇത് റെഡിയാക്കി ഇത്ത കയറ്റണ്ടേ എന്നൊക്കെ ആലോചിക്കുക. ആ കൂടെ തന്നെ എന്തോ ഇനിയും വേണം. ഈ പിള്ളേരുടെ സ്വഭാവം പോലെയാണ്, ഇനിയും പോരാ, ഏതാണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. കണ്ടോ, എനിക്ക് എന്തായാലും നിങ്ങളോടുള്ള സ്നേഹം അത്. നിങ്ങളൊക്കെ വരുമ്പം എൻ്റെ ഷോപ്പിൽ വരുമ്പം ഏറ്റവും നല്ലത് തന്നെ, ഏറ്റവും ഇത് തരണം എന്നുള്ള, നിങ്ങളൊക്കെ മനസ്സിലാഗ്രഹിക്കുന്ന സാധനങ്ങൾ തരണം. അയ്യോ അത് ഇസബെല്ല ചെന്നാൽ കിട്ടും എന്ന് പറയണം. പറയുന്ന രീതിക്ക് ആക്കട്ടെ തരട്ടെ തമ്പുരാനല്ലേ. ഒത്തിരി പേര് ഒത്തിരി ആശംസയൊക്കെ അയച്ചു, വോയിസ് മെസ്സേജൊക്കെ അയച്ചു, ഒത്തിരി സംഭവങ്ങൾ അയച്ചു. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. വോയിസ് മെസ്സേജ് അയച്ചു കുറേ പേർക്ക് ഞാൻ റിപ്ലൈ അയച്ചു, കുറേ പേർക്ക് ചുമ്മാ ഇമോജി മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ സമയം വരുമ്പോൾ എല്ലാവർക്കും നേരിട്ട് വർത്താനമൊക്കെ പറഞ്ഞിടാം കേട്ടോ. എനിക്കങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് മറുപടി ഇടുന്നതാണ് ഇഷ്ടം. പക്ഷേ സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇമോജിയെല്ലാം ഒതുക്കിയത് കേട്ടോ. അടുത്തത് ഇത് ഇത്രയും സാരിയുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയും നമ്പർ? ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു നമ്പറുണ്ടെന്ന്. അല്ലേ, ഒരുപോലെ ഇരിക്കുന്നല്ലേ നോക്കി. അല്ലേ, വ്യത്യാസമുണ്ടല്ലേ. ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡാണേ, ചിലത് ബ്രൈറ്റായിട്ട്, ഇത് ചിലത് ഡാർക്ക്. ഇപ്പം വരുമ്പോൾ ഒരു മുന്തിരി കളർ പോലെ. കളർ ഞാൻ പറയാത്ത എന്നാണെന്നറിയോ, പല കളറുകൾ ഇങ്ങനെ കയറി ഈ പറഞ്ഞ പോലെ ഈ ഹോളിക്കൊക്കെ എടുത്തെറിഞ്ഞ് കഴിയുമ്പോൾ പല കളറെല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുന്നത് എന്ന് പറയാൻ വൃത്തികേടൊന്നുമില്ല, നല്ല ഇത് തന്നെയാണ്. അപ്പോൾ ഒരു കളർ എടുത്ത് പറയാൻ പറ്റില്ല. ഇതിനകത്തൊരു മുന്തിരി കളറിനാണ് ഫീലിങ്. എനിക്ക് കൈവേദനയ്ക്ക് ആരാണ്ട് ഒറ്റമൂലിയൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ചെയ്യുന്നതാ. എന്താണെന്ന് പറയട്ടെ, മുരിങ്ങയില അതിനകത്ത് പറഞ്ഞത് മുരിങ്ങയില തിളപ്പിച്ച വെള്ളം എന്നല്ലേ പറഞ്ഞു. ഞാൻ മുരിങ്ങയില അരച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കൈക്ക് വേദനിച്ച്. എന്നെ സ്നേഹമുള്ള ആൾക്കാരല്ലേ, ദൈവത്തിന്, എൻ്റെ തമ്പുരാനെ, നിങ്ങളെയൊക്കെ എനിക്ക് തന്ന തമ്പുരാൻ ഒത്തിരി നന്ദി. അപ്പം പറഞ്ഞാൽ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ഞങ്ങളുടെ ബുക്കിംഗ് നമ്പറിലാണ് വന്നത്, എന്നാലും എനിക്ക് കിട്ടിയ സാധനം. അടുത്തത് മുരിങ്ങയിലയും ഇപ്പോൾ പറയാൻ മറന്നുപോയി. നമ്മൾ പുളിയില അല്ലേ, പുളിയില ഉപ്പും തിളപ്പിച്ച് ആ വെള്ളത്തിൽ ചൂട് പിടിച്ചാൽ മതി. ഞാനത് ചൂട് പിടിക്കുമല്ല, അങ്ങനെ ചെയ്തിട്ട് മുരിങ്ങയില ഇല്ലേ, അരിയുടെ കാടിയില്ലേ, ഈ കാടി എന്ന് പറയുന്ന സാധനം അറിയത്തില്ലേ, മുരിങ്ങയിലയ്ക്കകത്ത് ഈ നമ്മൾ അരി കഴുകിയ വെള്ളമില്ലേ, ആ വെള്ളം കൊണ്ട് മുരിങ്ങയില പുളിയില അരയ്ക്കും. എന്നിട്ട് അത് മേത്തിടും. ഈ വേദനയൊക്കെ ഉള്ളവരെല്ലാവരും ചെയ്യാം കേട്ടോ. നീർക്കെട്ടൊക്കെ ഇല്ലേ, മഴക്കാലമൊക്കെ ആകുമ്പോൾ ശരീരത്തിൽ നീർക്കെട്ടിൻ്റെ വേദനയൊക്കെ വരുമില്ലേ, അങ്ങനെ കൈകാല വേദനയൊക്കെ ഉള്ളവർക്ക് ഇട്ടാൽ മതി. നീരെല്ലാം പെട്ടെന്ന് വലിയും, പെട്ടെന്ന് വേദനയും മാറും. വയസ്സായവർക്കുള്ളതൊന്നുമല്ല. ഇനിയിപ്പോൾ ചിലരിരുന്ന് ചിരിക്കുമായിരിക്കും, എനിക്ക് ഒത്തിരി വയസ്സായി പോയോണ്ടാണ്. അങ്ങനെയൊന്നുമല്ല, ചെറിയ പ്രായത്തിലുള്ളവർക്ക് ഇപ്പം നീർക്കെട്ട് വരുന്നുണ്ട് ഭക്ഷണ രീതിയുടെ. ഇത് കണ്ടിട്ടില്ലേ ഈ സാരി?
ഒത്തിരി പേര് ചോദിച്ചാൽ റീസ്റ്റോക്ക് വന്നു കേട്ടോ. ഇത് മാത്രമേ തീർന്നു. എല്ലാം സത്യം പറഞ്ഞാൽ വീഡിയോ പിടിക്കാനൊന്നും ഒരു തുള്ളി നേരം ഉണ്ടായിട്ട് ഓരോ ദിവസവും വീഡിയോ അവോയ്ഡ് ചെയ്തേക്കാമെന്ന് ഞാൻ ഓർക്കും. ഇനി കുറച്ച് ദിവസം ചിലപ്പം വീഡിയോ അടിൽ സംക്രാന്തിക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നെ ആരും മറന്നു പോരുത് കേട്ടോ. ഞാൻ ഇസബെല്ലയുടെ ഉദ്ഘാടനത്തിന് പോയെന്ന് ഓർക്കാവുള്ളേ. എല്ലാവരും വരണം കേട്ടോ. വരുമോ? വരാൻ പറ്റിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണേ. പിന്നെ വിളിച്ചാൽ മതി. ഓൺലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് എന്ത് ജെൻസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ജെൻസിൻ്റെ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്ന കാറ്റഗറി പെട്ടത് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് എക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ബ്രാൻഡഡ് ആയിട്ടുള്ള 4000 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങിക്കുക. ഇപ്പം ഉദാഹരണത്തിന് ലെവിസ് അല്ലേ, അല്ലെങ്കിൽ പീറ്റർ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ബ്രാൻഡ് കമ്പനി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10,000 ഷർട്ട് അടിക്കുവാണെങ്കിൽ അവർ ഇപ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ളത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനമല്ലേ. ഒരു ചെറിയ ക്വാളിറ്റി ചെക്കിൽ ഒരു ചെറിയ ഇത് വന്നാൽ പോലും അത് റിജക്റ്റഡ് ആയി പോകും. അപ്പോൾ അവർ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഒരു 10,500 അടിച്ച് നോക്കുക. അപ്പോൾ അവരുടെ 10,000 ഓർഡറും സാങ്ഷനായി പോയി കഴിഞ്ഞാൽ 500 മിച്ചമല്ലേ. അത് മറ്റുള്ളവർക്ക് എക്സ്പോർട്ട് എക്സസ് ആയിട്ട് ചെറിയ വിലയ്ക്ക് വിൽക്കും. അപ്പം നിങ്ങൾക്ക് സത്യത്തിൽ കിട്ടുന്നത് 4000 രൂപയുടെ ഷർട്ട് 1000 രൂപയ്ക്കും 800 രൂപയ്ക്കും 1500 രൂപയ്ക്കും അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ ഒരു ബ്രാൻഡേ പറഞ്ഞോളൂ. ഇഷ്ടംപോലെ ലൂയിസ് ഫിലിപ്പി അങ്ങനെ ആണുങ്ങളുടെ എല്ലാം ഒത്തിരി സാധനം. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പിള്ളേരുടെ ഡ്രസ്സുകൾ കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടുകൊണ്ടല്ലോ ക്യൂട്ട്, എന്നാ രസമാണോ. ഞാൻ എൻ്റേതായ കൊണ്ട് പറയല്ലേ, പിള്ളേരുടെ ഡ്രസ്സ് കാണുമ്പോൾ നമുക്കെല്ലാം ഒരു ഇതില്ലേ, പ്രത്യേകിച്ചും പെൺപിള്ളേരില്ലാത്ത എനിക്കിത് കാണുമ്പോൾ പ്രാന്താണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ആവശ്യമുള്ളൊരു വീഡിയോ കോളൊക്കെ വിളിച്ച് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.